ഒരിക്കലൊരു സബ്ജി മാർക്കറ്റ് വിസിറ്റ് അത് നിർബന്ധ. റേഷനായിട്ട് കുറച്ച് സബ്ജി കിട്ടുമെങ്കിലും നമുക്ക് ഒരാഴ്ച കഴിക്കാൻ വേണ്ടി അത് പോരാ, നമുക്ക് എക്സ്ട്രാ പുറത്ത് പോയി വാങ്ങിക്കണം. പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് റിവ്യൂ കേട്ട ഒരു സമൂസ കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടാ. ഈ സമൂസ ആക്ച്വലി നല്ല ടേസ്റ്റിയാണ് ഒറ്റയ്ക്ക് കഴിക്കാൻ. പക്ഷെ ഇത് ഒറ്റയ്ക്കല്ല കഴിക്കേണ്ടത്, ഇതിന്റെ മുകളിൽ ഒരു സോസ് പോലത്തെ സാധനം ഒഴിക്കും, ഒരു റൈത്തയാണ് ഇത്. എന്നോട് ഇത് കഴിച്ചു നോക്കണം എന്ന് ചേച്ചിമാരൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ സാധാരണ എന്റെ ടേസ്റ്റ് ബഡിന് അങ്ങനെ പിടിക്കാത്തതാണ്. ടേസ്റ്റ് എങ്ങനെയാ വരുന്നത് വെച്ചാൽ ചെറിയൊരു മധുരവും സമൂസന്റെ മസാലേന്റെ ഒരു എരിവും പിന്നെ ആ റൈത്തന്റെ ഒരു പുളിപ്പൊക്കെ കൂടെ കൂട്ടി അതിന്റെ മുകളിൽ കുറച്ച് ബൂന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഇതിനാകെ 15 രൂപയുള്ള ഒരു പ്ലേറ്റിന്. ഇതായിട്ട് ഞാനൊരു സ്പോട്ടും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് കഴിച്ചിട്ട് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മീറ്റ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പൊ പോയി ചോദിച്ചപ്പോൾ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. ആ സ്പീഡിൽ തിരിച്ചു. ഇനിയാണ് എന്റെ സാമ്രാജ്യത്തിലേക്കുള്ള യാത്ര. ഈ വീഡിയോ കണ്ടിട്ട് എന്റെ അമ്മേനോട് ചോദിച്ചു, നീ ഒരു കുഗ്രാമത്തിലാണല്ലേ ജീവിക്കണേ? പൊന്നമ്മച്ചി, ഇത് കുഗ്രാമല്ല, ഇത് വലിയൊരു സിറ്റിയാണ്. പക്ഷേ നമ്മളെ ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കില്ലേ. മൊത്തത്തിൽ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഒരു ലുക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു കുഗ്രാമം ഫീൽ ചെയ്യുന്നു മാത്രം. പക്ഷെ എല്ലാരും വെരി റിച്ച് പീപ്പിൾ ആണ്, നിങ്ങൾ മറക്കരുത്. അപ്പൊ എന്റെ ഇന്നത്തെ കോട്ട തീർന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ.